കാശ്മീരി ബേറാപ്പിളാണ്. കാശ്മീരി ഉണ്ട്, അടുത്തതാണ്ട് മിസ് ഇന്ത്യ ഉണ്ട്. അവിടെയാണ്. മിസ് ഇന്ത്യ ഉണ്ട്. ബേറാപ്പിളിനെ കുറിച്ച് പറയണമെങ്കിലേ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 3 ബേറാപ്പിൾ നമ്മൾ കഴിച്ചാൽ നമുക്കൊരു അത്യാവശ്യം വിശന്നിരിക്കുന്ന ആളിൻ്റെ വയറ് വെക്കുന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും മടുക്കത്തില്ല. ബേറാപ്പിൾ ഇതൊക്കെ നിറച്ച് ഫ്ലവർ വന്നിരിക്കുന്നതാണ്, കായ വന്നിട്ടുള്ളതാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളത്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫ്രൂട്ടാണിത്. മടുക്കത്തില്ല, നമുക്ക് മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഈ തൈക്കെല്ലാം 200 രൂപയാണ് നമ്മുടെ വിലയുള്ളത്. ഓ, അത്ര വരുന്നുള്ളൂ. ഇത്രയും വലിയ തൈക്ക്? അതെ. ഓക്കെ, തൊട്ട് ബാക്കിൽ നമ്മളെ നാരങ്ങയാണ്. സീഡ്ലെസ് ലെമനാണ്. അത് കുരുല്ല? അതെ, സീഡ്ലെസ് ലെമൺ, നല്ല വലിപ്പമുള്ള. ഇത് ആയിട്ടില്ല, ഇതുപോലെ ഇനിയൊരു ഒരു വിധവും കൂടി വരും. നല്ല നീളത്തിൽ അത്യാവശ്യം നല്ല ചാറുള്ള ഇതാണ് സീഡ്ലെസ് ലെമൺ. ഇതിനൊക്കെ എങ്ങനെ റേറ്റ്? വലിയ തൈക്കല്ല ഇതൊരു 800 രൂപയോളം വില വരും. വിയറ്റ്നാം മാൾട്ട മുസംബിയാണ്, 300 രൂപ വിലയുണ്ട്. ഇതെന്ന് വെച്ചാൽ പച്ചയിലെ മധുരമാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുസംബിയാണിത്. ഇതിന്റെ ഫ്രൂട്ടുള്ള തൈകളുണ്ട്, കാച്ചിക്കുന്ന തൈകളുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, പിന്നെ ഏതാ വരുന്നത്? പിന്നെ ഇത് ബാരിവൺ ആണ്. ഇതൊക്കെ വിയറ്റ്നാം മാൾട്ട മുസംബിയിൽ പെട്ടതാണ്. പിന്നെ ഇത് വെരിഗേറ്റഡ് മുസംബി. വെരിഗേറ്റഡ് മുസംബി ഒക്കെ എങ്ങനെ? വെരിഗേറ്റഡ് മുസംബി ഒക്കെ ഇത് റേറ്റിന് ഇച്ചിരി റേറ്റ് ആണ്, 400 രൂപയുണ്ട് കേട്ടോ വില. ഓക്കെ, ഇത് ബുഷ് ഓറഞ്ച് 250 രൂപ. ബുഷ് ഓറഞ്ച് 250 രൂപയ്ക്ക് നമ്മൾ ചെറിയ വിലയ്ക്ക് നമുക്കിത് കിട്ടും. ഇത് അത്യാവശ്യം നല്ല തൈകളാണ്, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഹെൽത്തി പ്ലാന്റ് ഒന്നെടുത്ത് കൈ പിടിക്കോ, ഒന്നിച്ച് നിൽക്കുമ്പോൾ കറക്റ്റ് പ്ലാന്റിന്റെ. ഓക്കെ, നല്ല ബുഷ് ആയിട്ടുള്ളതാണല്ലോ. അതെ. ഓക്കെ, 250 രൂപ. അതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. ഓറഞ്ച് ആണ് കേട്ടോ, അത്യാവശ്യം നല്ല തൈകളാണ്. 200 രൂപയാണ് ഇതിന്റെയൊക്കെ വില. ബുഷി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ 200 രൂപയ്ക്ക് കൊടുക്കല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ ഏതാ വരുന്നേ? ഇത് സീഡ്ലെസ് ലെമണിന്റെ ചെറിയ 180 രൂപയാണ് വില. 180 രൂപ ഈ ഒരു സൈസ് ഉള്ള. അതെ, സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ. ഇത് ഓറഞ്ചിന്റെ തൈയാണ്. ഓറഞ്ച് ഒക്കെ നമ്മളിവിടെ റിസൾട്ട് എന്താ അവസ്ഥ? റിസൾട്ട് ആകുന്നുണ്ട്. മുസംബി ഒക്കെ 250 രൂപ തൈകളാണ് കേട്ടോ. ഇതൊക്കെ 250 ആണ്. ഇവിടെ ബുഷ് ഓറഞ്ചിന്റെ മറ്റു തൈകൾ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ 250 രൂപയുടെ. നാരകമാണ്, കാച്ചി നാരങ്ങയാണ്. 500 രൂപ. ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക്. ഇതല്ലേ ചെറുനാരങ്ങ, നമ്മളെ സാധാ മാർക്കറ്റിൽ വരുന്ന നാരങ്ങയാണത്. കാച്ചിക്ക് 500 രൂപയാണ് തൈകളുടെ വില. ഓക്കെ, ഫ്രൂട്ടോട് കൂടെ തന്നെ. ഇത് മുസംബിയാണ് കേട്ടോ, നമ്മൾ സാധാ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന മുസംബി. ഇതൊക്കെ വില 600 രൂപയാണ് ഇതിൻ്റെ തൈകൾ. ഇത് കാഴ്ച നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റുകളുണ്ട്. എന്നെക്കാളും വലിയ പൊക്കമുള്ളതാണ്, അത്യാവശ്യം നല്ല നിറച്ച് കാഴ്ചയെടുപ്പുണ്ട്. നമ്മൾ 2500 രൂപ. നമ്മൾ വീഡിയോ കണ്ടു വരുന്ന എന്തായാലും വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ നല്ല ഡിസ്കൗണ്ടിൽ കൊടുക്കാം, ഉറപ്പാണ്. പറയണം കേട്ടോ, വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരാണെന്ന്. ഇത് തായ്ലാൻഡ് പിങ്ക് ജാക്കാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും, പക്ഷേ ഈ പിങ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ നല്ല അകത്ത് നല്ല ചുമപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ്. പ്രതീക്ഷിക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിലാകില്ല, എന്തായാലും 100% ഉറപ്പാണ്. പക്ഷെ ഇതിനകത്ത് ചുമപ്പുണ്ടാവും, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ കഴിയും. അപ്പൊ ഈ തൈക്കൊക്കെ നമ്മൾ എന്താ റേറ്റ്? 250 രൂപയാണ്. അതൊരു 3 വർഷം നമ്മൾ പറഞ്ഞാൽ മതിയോ? പ്രതീക്ഷിക്കാം, 3-4 വർഷമെങ്കിലും ആകാം. നല്ല ചുമന്ന ചെമ്പരത്തി വരിക്കാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള. ഈ ചക്കകളിൽ തന്നെ ചെമ്പരത്തി വരിക്ക എന്നൊക്കെ പറയാൻ പറ്റുന്ന, നല്ല പേര് പറഞ്ഞ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ചക്കയാണത്. ഇതൊക്കെ 250 രൂപ. ഞാൻ അതിൽ കൂടി അല്പം വലുതായിട്ട് നമുക്ക് 500 രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളും ഉണ്ട്. ഒന്ന് നീക്കിക്കോ, നല്ല അടിപൊളി തൈയാണല്ലോ. 500 രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളും ഉണ്ട്. പിന്നെ ഇതൊക്കെ 1000 രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളും ഉണ്ട്. അതെ, ഇതൊക്കെ സെയിം വെറൈറ്റി തന്നെയാണ്. അല്ല, അത് ഡങ്സൂരി ചെമ്പരത്തി വരിക്ക തന്നെയാണ്. ഡങ്സൂരിയുടെ തന്നെ വലിപ്പമുള്ളതാണ്. ഇതൊക്കെ 1000 രൂപയുടെ തൈകളാണ്. അടിപൊളി തൈയാണല്ലോ. 1000 രൂപയുടെ തൈകളാണ്. ഇത് J33 ആണ്. ഇത് 1000 രൂപയുടെ തൈയാണ്. ഡാങ്സൂരിയ കണ്ട പോലെ തന്നെ വരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഈ ഒരു ഐറ്റിൽ വരുന്നുണ്ടല്ലേ? അതെ, J33 സ്പെഷ്യൽ ആണ് എപ്പോഴും. എന്നുവെച്ചാൽ ഇത് കായ്ക്കാൻ ഒരു 3-4 വർഷം എടുക്കുമെങ്കിലും പണ്ടത്തെ കാലത്തെപ്പെട്ട വലിയ സൈസിലുള്ള നല്ല വലിപ്പമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു അത്യാവശ്യത്തിൻ്റെ റിവ്യൂവിന് 20-25 കിലോയെങ്കിലും ഒരു ചക്കയ്ക്ക് വരുമെന്നാണ് പറയുന്നത്. ടേസ്റ്റിലും മിടുക്കനാണിത്. ഓക്കെ, അതായത് ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടുന്ന സാധനം വെർത്താണ്. ഉറപ്പാണ്.
ഓക്കെ. ഗ്യാരണ്ടിയാണ്. അതിന്റെ പല സൈസും ഉണ്ടോ നമ്മുടെ കയ്യില്? അതിന്റെ J30 പക്ഷെ നമുക്ക് ഇപ്പൊ നിലവിൽ ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഏതൊക്കെയുള്ളത്? പിന്നെ നമുക്ക് വിയറ്റ്നാം എയറിൽ നമുക്ക് വരിക്കച്ചക്ക കഴിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചെടുക്കുന്ന ആൾക്കാർക്ക്, ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് എല്ലാം വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഓൾ സീസൺ ആണ്. അതായത് ചക്കയുടെ സൈസ് ചെറുതാണ്, വരിക്കച്ചക്കയാണ്. നമ്മളെ വീട്ടിൽ സീസൺ ഇല്ലാണ്ട് ഒരു ചക്ക കാണും. ഇതൊക്കെ എങ്ങനെ റേറ്റ്? 1000 രൂപ. 1000 രൂപ. പിന്നെ അതിൽ നമുക്ക് 150 രൂപയ്ക്കും തൈകളുണ്ട്. ഏതാ 150 തൈകൾ? 150 രൂപയുടെ തൈകളാണ്. ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് പിടിക്കോ. ചെറിയ തൈകളാണ്, 150 രൂപയാണ്. ഈ 150 വെച്ച് എന്തായാലും ഒരു 4 വർഷം പ്രതീക്ഷിക്കാം. അതെ, 4 വർഷമൊന്നും പോണ്ട, 4 വർഷമൊന്നും പോണ്ട, അതിന് മുന്നേ ആവും. അതെ. പിന്നെ 200 രൂപയ്ക്കും ഉണ്ട്, 250 രൂപയ്ക്കും. അതെ, പിന്നെ 250 രൂപയ്ക്കെല്ലാം ഉണ്ട്. വിയറ്റ്നാം സൂപ്പർ എയറിൽ. അതായത് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാനുള്ള തൈകൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഇതൊരു സ്പെഷ്യൽ ആട്ടോ, ഇത് ഏവിയാർക്ക് ജാക്ക് എന്ന് പറയും. ഏവിയാർക്ക് ജാക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് നമ്മളെ നല്ല മധുരമുള്ള ആ ഒരു ചക്ക എന്ന് പറഞ്ഞൊക്കെയല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ചങ്ക് പ്ലാവിന്റെ കളക്ഷൻ സൂക്ഷിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതുപോലൊക്കെ തൈകൾ കൊണ്ട് വെക്കാം. അത്യാവശ്യം ഇത് 3-4 വർഷം എടുക്കും കായ്ക്കേണ്ട. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുണ്ട്. തൈക്ക് എങ്ങനെ റേറ്റ്? 500 രൂപയാണ്. ഉണ്ട് 300 രൂപയായിട്ട് കുടമ്പുളി കായ്ച്ചിരിക്കുന്ന തൈകളാണ്. അതിൻ്റെ ചെറിയ തൈകളും ഉണ്ട്, അതുപോലെ തന്നെ വലിയ തൈകളും ഉണ്ട്. ഇതിനൊക്കെ 750 രൂപയാണ്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ ഒരു 1 വീക്ക് വരികയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് നാംഡോക്കുമായി ഗോൾഡാണ്. ഒക്കെ 2000 രൂപയാണ് ഇതിൻ്റെയൊക്കെ വില. നാംഡോക്കുമായി ഗോൾഡൊക്കെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് എവിടെയായിരുന്നാലും. 2000 രൂപയാണ് വില. അത്യാവശ്യം നല്ല പ്രായം ചെന്ന തൈകളാണ് കേട്ടോ ഇതൊക്കെ. ഗ്രാഫ്റ്റാണ്. പിന്നെ കാലാപ്പാടി നമ്മൾ ഈ സൈസ് തൈയൊക്കെ 500 രൂപയാണ്. നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആളിന് എപ്പോഴും പറയാൻ സ്പെഷ്യൽ ഓഫർ ആട്ടോ. പിന്നെ അത് കഴിഞ്ഞത് ഇത് കാലാപ്പാടിന്റെ 1000 രൂപയുടെ തൈകളാണ്. അതായത് ഈ പറയുന്ന റേറ്റിൽ നിന്നാണ് കുറവ് കിട്ടുക. അതെ, തീർച്ചയായിട്ടും. മിയാസാക്കിയുടെ തൈകളാട്ടോ ഇതൊക്കെ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ 500 രൂപ വില വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് R22 തൈ. R22 തൈ നല്ല വലിപ്പമുള്ളതാണ്. ഇതൊക്കെ 3 വർഷമാണ് ഇത് കായ്ക്കാനുള്ള കാലാവധി വരുന്നത്. ഇപ്പോഴും ഇത് തൈ വരുന്നത് 600 രൂപയാണ് വരുന്നത്. 600 രൂപ. അതെ. ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമറുടെ അടുത്ത് പറയും, നിങ്ങൾ തൈ വാങ്ങിച്ചാൽ മാത്രം പോരാ, അതിന് അടിവളം കൊടുക്കുക. 3 മാസം കൂടുമ്പം എന്തേലും ഒരു വളം നമ്മൾ അതിന് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പറയുന്ന ഈ കാലാവധിക്കുള്ള കാഴ്ച വരുള്ളൂ. പിന്നെ 4 kg മാംഗോ. അതായത് 4 കിലോ വരുന്ന 4 kg മാംഗോ. അതിനൊക്കെ എങ്ങനെ തൈക്ക്? 1000 രൂപ വില. 1000 രൂപ അല്ലേ ഈ ഒരു തൈക്ക്? അതെ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെ കേട്ടോ. പിന്നെ ഏതാ വരുന്നേ? പിന്നെ നാംഡോക്കുമായി പർപ്പിൾ ഉണ്ട് കേട്ടോ. അതുണ്ട്, പറഞ്ഞോളൂ. നാംഡോക്കുമായി പർപ്പിൾ ആണ് കേട്ടോ. ഇതൊക്കെ 800 രൂപയാണ് വില. 800. ഈ ഒരു പ്ലാന്റിനല്ല, ഈ ഒരു വലിപ്പത്തിനുള്ള? അതെ, നാംഡോക്കുമായി പർപ്പിൾ ഉണ്ട്. ഇത് റെഡ് ബനാന അല്ലേ? അതൊക്കെ എങ്ങനെ റേറ്റ്? 500-600 രൂപ റേറ്റ് വരുന്നതാണ്. 2-3 സൈസിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റേറ്റില് സൈസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ. അത് ഏത് പ്ലാന്റിനായിട്ടും അങ്ങനെ നമ്മളിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിരുന്നാലും ചില സൈസ് അനുസരിച്ച് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇത് ചൗസ മാങ്ങ, പാകിസ്ഥാൻ മാങ്ങയാണ്. മാങ്ങയ്ക്ക് നല്ല വലിപ്പം, നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം ഒത്തിരി കായ്ക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ കാട്ടിമോൺ എങ്ങനെ? കാട്ടിമോൺ ഓൾ സീസൺ മാങ്ങയാണ്. കുള്ളനാണ്. അത്യാവശ്യം നല്ല നമുക്കിവിടെ കായ്ച്ചു നിൽപ്പുണ്ട്. ഇതൊക്കെ 400 രൂപ തൈകൾ. ഈ തൈകൾക്ക് 400 രൂപ. നമുക്ക് കായ്ച്ചു നിൽക്കുന്ന തൈകളൊന്നും ഉണ്ടല്ലോ. 1500 രൂപ വിലയാണ് ഇതൊക്കെ. ഈ കായ്ച്ചു നിൽക്കുന്ന ഈ പ്ലാന്റിന് എത്ര? 1500 ആണ്. പിന്നെ വേറെ ഏതാ? അതിന്റെ തന്നെ അല്പം കൂടി ചെറിയ തൈകളൊക്കെ ഉണ്ട്. മാങ്ങയ്ക്ക് വേണമെങ്കിൽ എടുത്തു. മാങ്ങ. ഈ തൈക്കൊക്കെ എത്ര കൊടുക്കണേ? ഇത് 1500 തൈകളാണ്. ഇതൊക്കെ 1500 അല്ലേ? കാട്ടിമൂണാണല്ലോ. കാട്ടിമൂണാണ്. കാഴ്ച നിൽക്കുന്ന വലിയ പ്ലാന്റുകൾ 1500. ഈ 1500 എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പറയാം, വീഡിയോ കണ്ടുവന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട്. വീഡിയോ കണ്ടു വന്നാൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അത് പറയണം കേട്ടോ, ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാ വരുന്നേന്ന്. വീഡിയോ കാണിച്ചു തരണം, നല്ല ഡിസ്കൗണ്ട് കാണിച്ചു തരണം. ഒരു ലൈക്ക് കൂടെ കാണിച്ചോട്ടാ, ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. ഇത് കാട്ടിമുണ്ട് അൽപ്പോട് 800 രൂപയ്ക്കല്ല നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത്രയും വലുത് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ തൊട്ട് താഴെ ഇതുണ്ടല്ലോ. അതിനേക്കാളും കുറച്ചുകൂടി തൊട്ട് താഴെ 400 രൂപയ്ക്കുണ്ട്. 400 രൂപ മുതലുണ്ട്. 400, 800, 1500. അൽഫോൺസയുടെ തൈകളാണ്. ഇതൊക്കെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 1000 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. 1000 രൂപയ്ക്ക്. 1000-ന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു 800-ന് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും 1000-ന്റെ തൈകളൊക്കെ നമ്മൾ 800-ന് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കൊടുക്കും. ഇതൊക്കെ മല്ലികയാണ്.
മല്ലികയ്ക്ക് നമുക്ക് 800 രൂപയ്ക്കെല്ലാം കൊടുക്കാൻ കഴിയും. റംബുട്ടാൻ ഇത് N18 ആണ്. ഹോം ഗ്രൗണ്ട് തൈകളാണ് നമുക്ക് നിലവിലുള്ളത്. ഇപ്പോൾ N18 E35 മാത്രമേ ഉള്ളൂ. ചുവപ്പ് മഞ്ഞയും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ 500 രൂപയുടെ തൈകളാണ്. രണ്ടും സെയിം റേറ്റ് ആണോ വരുന്നത്? അല്ല, E35 എങ്ങനെയാ റേറ്റ്? അല്ല, E35 ഈ സൈസിലുള്ള തൈക്ക് 500 രൂപയാണ് വില. 500 രൂപ വരുന്നുള്ളൂ. പിന്നെ കുറച്ചും കൂടി റേറ്റ് വ്യത്യാസം വരുമ്പോൾ 800 രൂപയ്ക്കുണ്ട്, 1500 രൂപ. ഇതിപ്പോ എത്ര E35 എത്രേണ്ടത്? ഈ ഇരിക്കുന്നതാണോ? അത് 800 രൂപയാണ്. 800 തൈകളാണല്ലേ? തൊട്ട് ബാക്കിന് നല്ല വലിയ തൈകൾ ഇതിന്റെ അത് E35 വലിയ തൈകളാണ്. ഇത് 1000 രൂപയുടെ തൈയാണ്. 1000 രൂപയുടെ തൈകളാണ്. ഇതിനൊക്കെ എത്ര വർഷം പഴക്കണ്ടാവും? ഇതൊക്കെ ഇതൊക്കെ വലിയ ഫ്ലവർ ഇടാറായ തൈകളാണിത്. 2-3 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതായത് ബാക്കിൽ നിന്ന് വലിയ തൈകൾ 1500 രൂപയാണ് റംബുട്ടാന്റെ. കായ്ക്കാറായ തൈകളാണ് ഇതൊക്കെ. നമ്മൾ ഇതൊക്കെ മോഹിത് നഗറാണ്. ഇതൊക്കെ നമ്മൾ 60 രൂപയ്ക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ വലിപ്പമുള്ള 60 രൂപ. ഇത് ഇൻഡർസി മംഗളയാണ്. ഇതിൻ്റെയൊക്കെ ചെറുതൊക്കെ നമുക്ക് സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഫാമിൽ എത്തിച്ചിട്ടില്ല. തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതാണ്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഞങ്ങൾ എത്തിച്ചു തരും. കുറ്റിക്കുരുമുളകാണിത്. കരിമുണ്ടാനാണ്. 75 രൂപയാണ്. ഇതേ കണ്ട എന്നെക്കാളും നല്ല വലിപ്പമുള്ള ഒരു 10 തട്ട് വലിപ്പമുള്ളതാണ് നമ്മുടെ തൈ. നല്ല പ്രായം ചെന്നിട്ട് നമുക്ക് കൊണ്ടുവച്ചാൽ മാത്രം മതി. നമുക്കൊരു 700 രൂപ തൊട്ട് നമുക്ക് മാംഗോസിന്റെ തൈ കൊടുക്കാനുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല പ്രായം ചെന്നതാണ്. ഈ തൈയൊക്കെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 3500 രൂപയ്ക്കെല്ലാം കൊടുക്കാൻ പറ്റും. 3500 കൊടുക്കാല്ലേ? ഓക്കെ. തൊട്ട് ബാക്കിൽ നമ്മൾ അബിയു എത്ര റേഞ്ച് മുതലുണ്ട്? അബിയു നമുക്ക് നിലവിൽ ഇപ്പൊ നമുക്ക് 350 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ഉള്ളത്. ഇപ്പൊ ഈ കൈ പിടിച്ചിരിക്കുന്നതൊക്കെ 350 രൂപയാണ്. പിന്നെ ബാക്കിലെ ഇതൊക്കെ 1000 രൂപയാണ്. ഇത് അബിയുടെ വലിയ തയ്യാണത്. 3000-1500 രൂപയ്ക്കെല്ലാം കൊടുക്കാൻ കഴിയും. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. പിന്നെ നമുക്ക് തെങ്ങ് വന്നിട്ട് സണ്ണങ്കി, ഗംഗാബോണ്ടം, മലേഷ്യൻ കുള്ളൻ, പിന്നെ വന്നിട്ട് എന്താണ് ചെന്തെങ്ങിന്റെ പോലത്തെ വെറൈറ്റി ഉണ്ട്. പല തെങ്ങിന് കുറ്റ്യാടി, നാടൻ തെങ്ങ്, അങ്ങനെ 7 വെറൈറ്റി തെങ്ങ് നമ്മുടെ കയ്യിലുണ്ട്. 150 രൂപ സ്റ്റാർട്ടിങ് തൊട്ട് ജാതി നമുക്കിത് വിശ്വസയിൽ പെട്ട് വരുന്നതാണ്. ജാതി ഇത് 400 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. 400 രൂപയ്ക്കുണ്ട്. നമുക്ക് തോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും 400 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്. റെഡ് ലേഡി പപ്പായ നമ്മൾ കവർ മാറ്റി പാക്ക് ചെയ്തതാണ്. 50 രൂപയാണ് ഈ ഒരു സൈസ്. അതെ, 50 രൂപയാണ്. വളർത്തിയെടുത്ത് കൊടുക്കുകയാണ് ഞങ്ങൾ. ഇത് ബറാബ. ഇത് അത്യാവശ്യം വലിയ ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടും അല്ലെങ്കിലും പുളിയും മധുരം ഒരുമിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതെ അതെ ചെറിയൊരു ഫ്ലഷ് ആണ് അതിനകത്തുള്ളത്. ഇതൊക്കെ നമ്മളൊരു 700 രൂപയ്ക്കൊക്കെ സെയിൽ കായ്ച്ചു നിൽക്കുന്ന തൈകളാണ് ഇതൊക്കെ. ബറാബ. ചക്കരപ്പഴം ഇത് 1000 രൂപയാണ്. ഈ ഒരു സൈസ് തൈകളൊക്കെ 1000 രൂപയാണ്. 1000 രൂപയാണ് വരുന്നല്ലേ? ജസ്റ്റ് ആ പ്ലാന്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് മൊത്തമായിട്ടൊന്ന് കാണാൻ. ഇതാണ് ഇപ്പൊ 1000 രൂപേന്റെ തൈ അല്ലേ? ലോങ്ങന്റെ നമുക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ചെറിയ തൈകളോട്ട് ഇതൊക്കെ പിങ് പോങ് വെറൈറ്റി ആണ്. നല്ല വലിയ പ്ലാന്റുകൾ ഉണ്ടല്ലോ ലോങ്ങന്റെ. വലിയ പ്ലാന്റ് ഞാൻ പറയല് ലോങ്ങനൊക്കെ അത്യാവശ്യം നമ്മള് കമ്മിയായിട്ട് റേറ്റ് ഒന്നും പറയത്തില്ല. 3500 രൂപയ്ക്ക് ഇത്രയും വലിയ തൈകൾ ഞങ്ങൾ കൊടുക്കുന്ന അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ഇത്രയും നമ്മൾ വലുതാക്കി എടുത്തിരിക്കുന്നു. അത് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഡയമണ്ട് ആണ്. പിന്നെ ഇത് റൂബി ലോങ്ങനാണ്. റൂബി ലോങ്ങൻ ഇതൊക്കെ ഫ്ലവർ വന്നു പോയിട്ടുള്ള തൈകളാണ്. സെയിം റേറ്റ് തന്നെയാണ്. ഇതൊക്കെ 3500 ആണ്. പിന്നെ 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്കൊക്കെ തൈകളുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് 1000 രൂപയുടെ തൈയാണ്. ഇത് വൈറ്റ് ലോങ്ങനാണ്. 1000 രൂപയാണ്. ഇത് 4 സീസണും വൈറ്റ് ലോങ്ങാണ്. ഇത് വൈറ്റ് ലോങ്ങനാണ്. ഇത് 2000 രൂപയുടെ തൈയാണ്. വിയറ്റ്നാം മാൾട്ട മുസംബിയാനായിട്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് വളർത്തിയെടുത്ത തൈകൾ. ഇതൊക്കെ 2500 രൂപ വിലയുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുവരുന്ന ആളിന് എപ്പോഴും സ്പെഷ്യൽ ആട്ടോ. ഇത് പിന്നെ പച്ചയിലെ മധുരം, അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല ടേസ്റ്റാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം മാതിരി ഇത് കായ്ക്കും. ജബോട്ടിക്കാവയുടെ കളക്ഷനാണ്. മലപ്പുറംകാർ ഒരിക്കലും ജബോട്ടിക്കാവ കളയില്ലെന്നാണ് ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ന്യൂസ്. കാര്യം പിന്നെ ആരും പൊന്നും വില കൊടുത്താൽ ഇത് വാങ്ങിക്കുന്നത്. നല്ല ടേസ്റ്റ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഇത്. പിന്നെ റെഡ് ഹൈബ്രിഡ് ആണ്. പിന്നെ ഇത് എസ്കാർലേറ്റ്. ഇതുകൊണ്ട് ഈ സബാറയൊക്കെ ഇതൊക്കെ ഇനി കായ്ക്കാറായിട്ടുള്ളത്. സബാറയുടെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇത് അത്യാവശ്യം ഏകദേശം 8 വർഷമൊക്കെ പ്രായമുള്ള തൈകളാണ്. അതെ, ഇത് വലിയ തൈക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് 1000 രൂപ തൊട്ട് ഏകദേശം കായ്ക്കാറായ തൈകൾ സ്റ്റാർട്ടിങ് വരികയാണ്. ബട്ടർ ഫ്രൂട്ട് കളക്ഷൻ നമ്മുടെ നാട്ടിൽ കായ്ക്കുമോ എന്ന് സംശയത്തോടെ കസ്റ്റമർ ചോദിക്കുന്ന ഐറ്റമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും കായ്ക്കും, ഉറപ്പായിട്ട് കായ്ക്കും.
അപ്പൊ ഈ തൈക്കൊക്കെ എങ്ങനെ റേറ്റ്? ഈ ഒരു സൈസ് തൈ വരുന്നത് 500 രൂപയാണ് കേട്ടോ. ആ റേഞ്ച് ഇപ്പൊ നിന്നേ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള തൈകളെല്ലാം സെയിലായി പോയതാണ്. നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴും പോയതാണ്. ഇപ്പൊ ആകെ ഒന്നേ ഉള്ളൂ, ഇൻഷാല്ലാ നമ്മൾ കൊണ്ടുവരും. ഇതും അതുപോലെ ഇതൊക്കെ ഇതിനും വിലയുണ്ട്. 2000 രൂപയോളം വിലയുണ്ട്. അത്യാവശ്യം തന്നെ നല്ല കണ്ടോ പണിയില്ല സൈസായിട്ടുള്ള തൈകളാണ്. ഇത് മല്ലിക മാവാണ്, ആന്ധ്രമല്ലികയാണ്. ഇതിപ്പോൾ നമ്മൾ റേറ്റ് 12,000 13,000 ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു പുതിയ ഓപ്പൺ ചെയ്ത് എന്നുള്ള നിലയ്ക്ക് ഈ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഒരു ഓഫറാണ്. ഇത് 10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റ്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ലൊക്കേഷൻ പുത്തനത്താണി തിരുനാവായ റോഡിൽ, പുത്തനത്താണി ടൗണിൽ നിന്ന് ഒരു 50 മീറ്റർ തിരുനാവായ റോഡിൽ. ഇതിപ്പോ കേറി നിൽക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്. അത് ഡ്രമ്മിൽ വേണേൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാം, നിലത്ത് സെറ്റ് ചെയ്യാം, നിലത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെ ഒരു സംശയം ഉണ്ടായിരിക്കും, നമുക്ക് എങ്ങനെ ഇത് കൊറിയറിംഗ് സൗകര്യം ഉണ്ടോന്ന്? കൊറിയറിംഗ് ഇപ്പൊ നമ്മൾ ഈ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്കൊന്നും കൊറിയർ സൗകര്യം ഇപ്പൊ ലഭ്യമല്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ കൊറിയറായിട്ട് ചെയ്തു കൊടുക്കും.